ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? പോസിറ്റീവായിട്ടിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഇന്നലെ ഞാൻ മൈൻഡ് ക്ലെൻസിങ്ങിൻ്റെ ലെറ്റർ എഴുതുന്ന കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ അത് ചെയ്തു തുടങ്ങിയോ? ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഹീലിംഗ് കിട്ടണ്ടേ, നമ്മൾ ഹീല് ചെയ്യപ്പെടണ്ടേ, എന്നാലേ നമുക്ക് ലൈഫിലൊരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എഴുതാത്തവർ പതുക്കെ എഴുതി തുടങ്ങണേ. ഓക്കെ, അപ്പം നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്, സൺ കാർഡാണ്. അതിലും വലിയ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡ് നമ്മുടെ ടാരോ 78 കാർഡ് ഡെക്കിനകത്തില്ല. സൺ കാർഡാണ് ദ ബെസ്റ്റസ്റ്റ് ഓഫ് ദ ബെസ്റ്റസ്റ്റ് കാർഡെന്ന് പറയുന്നത് കേട്ടോ. ദ വെരി ബെസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് സൺ കാർഡാണ് കേട്ടോ. ഇത് പോസിറ്റിവിറ്റിയുടെയും വിജയത്തിൻ്റെയും പുതിയ തുടക്കത്തിൻ്റെയും കാർഡാണ്. ഓക്കെ, വളരെ സന്തോഷകരമായ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ്രേഷനിൽ ഇരിക്കുന്ന ഒരു കാർഡാണ് സൺ കാർഡ്. അതായത് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ്നെസ്, നല്ലൊരു ഹാപ്പിനെസ് തോന്നും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് നിങ്ങളിന്ന് വളരെ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു എനർജി ആയിരിക്കും. ഒരു ശുഭപ്രതീക്ഷ, ഇന്ന് നല്ല അടിപൊളി ദിവസമായിരിക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് എഴുന്നേക്കാനായിട്ട് പോകുന്നത്. ഇതൊരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ മനസ്സുകൊണ്ട് ഇനി ഞാനത് ചെയ്യത്തില്ല എന്ന് തീരുമാനിച്ചിട്ട് ഉള്ള ആളുകളായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ നമ്മൾക്ക് ഡെത്ത് കാർഡും അതുപോലെ ടവറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെയോ കാർമിക് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എൻഡ് ആയി പോയതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഒരു സോൾമേറ്റ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ലൈഫിൽ പുതിയൊരാൾ വരുമെന്നൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലുമൊക്കെ പുതിയ തുടക്കങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു പുതിയ ലേണിംഗ് ആണ്, ഒരു പുതിയ പഠനം തുടങ്ങുന്നതാണ്. അതായത് നിങ്ങൾ വളരെ ഇന്നസെൻ്റായിട്ട്, വളരെ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് നയിക്കുക, പുതിയ തുടക്കത്തിലേക്ക് പോകുന്നു എന്നാണ്, യാത്ര പോകുന്നു എന്നാണ്. അപ്പോൾ ഇന്നൊരു യാത്ര കാണുന്നുണ്ട്. വളരെ നിഷ്കളങ്കമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെ കാണാൻ പറ്റുന്നു എന്നാണ്. അതുപോലെ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി കാര്യങ്ങളെ നിഷ്കളങ്കമായി കാണുകയും അതിലൂടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നൊരു കാർഡാണ് സൺ കാർഡ്. പാസ്റ്റിൽ എന്തോ സംഭവിച്ചായിക്കോട്ടെ, ഇന്ന് മുതൽ ഞാനൊരു പുതിയ ആളാണെന്നൊരു പുതിയ തുടക്കം തന്നെയാണ് സൺ കാർഡ് പറയുന്നത്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വിളംബരം, ഒരു വാർത്ത നിങ്ങൾക്ക് ഇന്ന് കേൾക്കാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ്. അതായത് യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്കൊരു സപ്പോർട്ട് വരുന്നു എന്നുള്ളതാണ്. യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിൽ വന്നു തുടങ്ങുന്നു എന്നാണ് കേട്ടോ. അത് അബണ്ടൻസ് ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായി നിൽക്കുന്നത് അതിൽ നിന്നൊരു വിടുതലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഒരു വളരെ പോസിറ്റീവായൊരു കാർഡാണ് സൺ കാർഡ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് പേജ് ഓഫ് വാൺസ് ആണ്. ഇത് നിങ്ങൾ അത്യാഹ്ലാദത്തോടുകൂടി നിങ്ങളുടെ ഒരു പാഷനെ ചേസ് ചെയ്യുന്നു, വളരെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ എന്ത് റിസ്ക് എടുത്തും നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച ചില ഉദ്യമങ്ങൾ പുനരാരംഭിക്കുന്നു. അതൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് പാതി വഴിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഉപേക്ഷിച്ച ഒരു റിലേഷൻഷിപ്പ് ഇന്ന് നിങ്ങൾ വീണ്ടും പുനരാരംഭിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ അവരെക്കുറിച്ച് വീണ്ടും ഓർക്കുക, അവരെ മിസ് ചെയ്യുക, അങ്ങനെയുള്ളൊരു എനർജി ആയിരിക്കാം. ഒരു പേഴ്സൺ ആണെങ്കിൽ, അതല്ല നിങ്ങളുടെ പാഷനാണെങ്കിൽ, നിങ്ങൾ മുന്നോട്ട് വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയോ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു പാഷൻ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വീണ്ടും അത് പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടെന്നുള്ളതാണ് ഇന്ന് പേജ് ഓഫ് വാൺസ് പറയുന്നത്. നിങ്ങളുടെ പാഷനെ നിങ്ങൾ വീണ്ടും ചേസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. വളരെ അത്യാഹ്ലാദത്തോടു കൂടിയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസത്തെ അതിൽ സമീപിക്കുന്നത്. അതാണ് പേജ് ഓഫ് വാൺസ് പറയുന്നത്. ഓക്കെ, വളരെ പാഷനേറ്റ് ആണ് എന്നതാണ് അതാണ് പറയുന്നത്. 10 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞാൽ കണ്ടില്ലേ, 10 പെന്റക്കിളാണ്. 10 സ്ഥലത്തിരിക്കുന്ന 10 പെന്റക്കിളാണ്. അതായത് പല സോഴ്സിൽ നിന്നും പണം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ന് ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ ദിവസമാണ്. ധാരാളം പണം പല സോഴ്സിൽ നിന്നുണ്ട്. ഒരിടത്തും നല്ല പലയിടത്തും നിന്നായിട്ട് പണം കിട്ടും. അത് ശമ്പളമായിരിക്കാം, ചിലപ്പോൾ തരാനുള്ള പൈസ ആയിരിക്കാം, കുറി കിട്ടിയ പൈസ ആയിരിക്കാം. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള, നമുക്ക് അർഹതയുള്ള പണം പലയിടത്തായിട്ട് കിടപ്പുണ്ടെങ്കിൽ ആ പണമൊക്കെ നമ്മളിൽ നിന്ന് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 10 ഓഫ് പെന്റക്കിൾസ്. പിന്നെ ഇതൊരു ഫാമിലി കാർഡാണ്. അപ്പോൾ ഫാമിലിയോടൊപ്പം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ഫാമിലിയോടൊപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോവേ, ഒരു ഡിന്നറിന് പുറത്ത് പോവേ, ലഞ്ച് കഴിക്കാൻ പോവേ, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോവേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് 10 ഓഫ് പെന്റക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ വീട്ടിലുള്ള ബന്ധങ്ങളിൽ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനകത്ത് മറ്റുള്ള ആളുകളുടെ ഒരു
അതിപ്രസരം കാരണം കൊച്ചു കൊച്ചു മുറുമുറുപ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് നോക്കിയിരിക്കുന്ന മറ്റാളുകളുടെ ഒരു സ്വാധീനം കൊണ്ട് കൊച്ചു കൊച്ചു മുറുമുറുപ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പണം വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ പണം നിങ്ങളുടെ EMI അല്ലെങ്കിൽ തിരിച്ചടവുകൾ റീപേയ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നതും അതുപോലെ പണം വരുന്നത് പോലെ പണം ചിലവാകുന്നതും കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം. പണം എപ്പോഴും കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളതിനോട് താങ്ക്ഫുൾ ആയിരിക്കണം. പണത്തിന് ബ്ലെസ് ചെയ്ത് വേണം അയക്കാൻ, തിരിച്ചു വരണമെന്ന് പറഞ്ഞ് വേണം അയക്കാൻ. അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, അത് അറിയാമല്ലോ. പിന്നെ എപ്പോഴും പണം ഉപയോഗിക്കുമ്പോൾ പണത്തിന് നന്ദി പറയുക, ഹോപ്പനൊപ്പനോ ചെല്ലാൻ മറക്കരുത്. അതുണ്ട്. പണം വരുന്നത് പോലെ തന്നെ വീടിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ലോങ് ടേമിലേക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, ചിട്ടിപ്പണം അടയ്ക്കുന്നതായിരിക്കാം, ചിട്ടിപ്പണം കിട്ടുന്നതായിരിക്കാം. അങ്ങനെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണത്തിൻ്റെ വിനിമയങ്ങൾ കാണുന്നുണ്ട്. അപ്പം പണം ചിലവാക്കുമ്പോൾ സൂക്ഷിക്കണം. ഓക്കെ. ദെൻ കിങ് ഓഫ് വാണ്ട്സ് ആണ്. കിങ് ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പാഷനേറ്റ് ആയിട്ടൊരു കാര്യത്തെ ചേസ് ചെയ്യുന്നു, അതിൽ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്ത് പാഷനാണോ നിങ്ങൾ ചേസ് ചെയ്തത് അതിനെ അച്ചീവ് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങളൊരു പുതിയ പാഷനിലേക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് എന്നും നിങ്ങൾ ചെയ്യുന്നതല്ലാത്ത പുതിയ ഒരു കാര്യം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അത് പഴയ ഒരു പാഷനിൽ നിന്ന് തുടങ്ങിയിട്ടുള്ളതായിരിക്കാം ഈ ഒരു ഭ്രമവും, അല്ലെങ്കിൽ പുതിയൊരു ഭ്രമം തുടങ്ങുക എന്നുള്ളതാണ്. അതായത് ചില മനുഷ്യർക്ക് ചില സമയത്ത് ചില പ്രാന്തുകൾ വരത്തില്ലേ, അതായത് ചെടിപ്രാന്ത്, അതുപോലെ പെറ്റ്സിൻ്റെ പ്രാന്ത്, അങ്ങനെ വരത്തില്ലേ. അങ്ങനെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ഈ സീസണൽ ആയിട്ടുള്ള ചില ഒബ്സഷൻസ്, ആ ഒബ്സഷൻസ് മാറിയിട്ട് പുതിയൊരു ഒബ്സഷനിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നേരത്തെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ എന്നാൽ പിന്നെ പാട്ടും കൂടെ പഠിച്ചാലോ എന്ന് വിചാരിച്ച് പാട്ടിലേക്ക് പോകത്തില്ലേ. അത്തരത്തിൽ നമ്മുടെ പാഷൻ മാറുന്ന ഒരു എനർജിയാണ് ഈ കിങ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതുപോലെ വളരെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിൽ ഇരിക്കാൻ പറ്റും. കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ദിവസമായിരിക്കും. നിങ്ങൾ കരിയർ ഓൾറെഡി റണ്ണിങ് കരിയറിലുള്ള ആളാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു പുതിയ പഴയ ജോലി പോയിട്ടുള്ള ആളാണെങ്കിൽ പുതിയൊരു ജോബ് നോക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയൊരു കരിയറിലേക്കൊക്കെ നോക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ഇനി ജോബുള്ള ആളുകളാണെങ്കിൽ ആ ജോബ് വിട്ടിട്ട് നിങ്ങളുടെ ഒരു പാഷനിലേക്ക് തിരിയുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അതാണ് കിങ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ദെൻ ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. കിങ്ങും ക്വീനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഈക്വിലിബ്രിയം ആണ്, അതല്ലെങ്കിൽ ഒരു ഫീമെയിലും മെയിലും ആ എനർജിയുടെ ഒരു ഈക്വിലിബ്രിയം ആണ് ഇവിടെ വരുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റി വേണം, നമുക്ക് മെൻ്റൽ ക്ലാരിറ്റി വേണം. അപ്പോൾ മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കും. നമുക്ക് എങ്ങനെ ക്ലാരിറ്റി ഉണ്ടാക്കാൻ പറ്റും? മറ്റുള്ളവരോട് ചോദിച്ച് എന്താ സംഭവിച്ചത്, എന്നാ പറ്റിയെന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക, ജഡ്ജ്മെൻ്റ് ഉണ്ടാവുക, വഴക്കുണ്ടാവുക, അതൊക്കെയാണ്. അതുപോലെ ഒരു അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ് ഈ ക്വീൻ ഓഫ് സോഡ് എന്ന് പറയുന്നത്. അപ്പം ഏകപക്ഷീയമായിട്ട് അല്ല, രണ്ട് പക്ഷവും ചേർന്നുമല്ല, നമ്മൾ നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് ജഡ്ജ്മെൻ്റ് എടുക്കണം എന്നാണ് ക്വീൻ ഓഫ് സോഡ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി ഇല്ലാത്തൊരു പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം, ഒരു പക്ഷവും ചേരാൻ പാടില്ല. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മറ്റുള്ളവരെ ചോദ്യം ചെയ്യുക, അതിൽ ചിലപ്പോൾ അതിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതോ ഒക്കെ ആവാം, അതുപോലെ നിങ്ങളെയും മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. അതാണ് ക്വീൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. ഒരു ഈ മാസ്കുലൈൻ എനർജി ഉള്ള ഫെമിനിനിറ്റിയാണ് കേട്ടോ. അതായത് ആണുങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്ന പെണ്ണെന്ന് പറയത്തില്ല, വളരെ ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കുക, അല്ലെങ്കിൽ ധിക്കാരം പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മാസ്കുലിനിറ്റി ഉള്ളൊരു ഫെമിനിനിറ്റി ഇല്ലേ, അതാണ് കേട്ടോ. ആ രീതിയിൽ ഇപ്പം അവർക്ക് എന്തൊരു തൻ്റെ ഇടമാ എന്നൊക്കെ ആൾക്കാർ പറയുന്ന രീതിയിലുള്ള ആ ഒരു എനർജിയാണ് ക്വീൻ ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. ദെൻ നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ഒരാൾ, നിങ്ങൾ റിലേഷൻഷിപ്പിലുണ്ടായിട്ട് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ഒരാൾ നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇത് സമയമെടുത്ത് പതുക്കെ പതുക്കെ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതായത് കുറച്ച് നാളായിട്ട് ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഫേസ് ചെയ്യുന്ന ആ ആൾ നിങ്ങളിലേക്ക് പതുക്കെ പതുക്കെ തിരിച്ചു വരുന്നതാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു കപ്പ് ഓഫ് ലവ് നിങ്ങൾക്ക് ഇന്ന് ഓഫർ ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. ഇത് ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ജോലിക്ക് പകരം മറ്റൊരു ജോലിയോ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ജോലി തന്നെയോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. എന്തായാലും ഈ സംഭവം, ഇന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സംഭവം ശരിക്കും നിങ്ങളിട്ട് വട്ടം കറക്കിയിട്ടുള്ളൊരു സംഭവമായിരിക്കും. അതുപോലെ നിങ്ങളിതിൽ നിന്ന് ഒരുപാട് പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും. കാരണം ഇത് കുറേ നാളായി നിങ്ങളുടെ ലൈഫിൽ ഇല്ലാതിരുന്ന ഒരു കാര്യം തിരിച്ചു വരുന്നതാണ്. അത് നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ആ സമയത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത്. അതാണ് നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ഒരു ജോലിയായിരിക്കാം, അതിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു ഓഫറായിട്ട് തിരിച്ചു വരുന്നതായിട്ട്
കാണുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു ഹെൽപ്പ് ആയിരിക്കും, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഹെൽപ്പ് ആകാൻ സാധ്യതയുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഒരു കാത്തിരിക്കുന്ന എനർജിയാണ്, അതായത് ഒരു വെയിറ്റിംഗ് എനർജിയാണ്. പെൻറ്റക്കിൾസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ നിങ്ങൾ വീടിന് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങളൊരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആണെങ്കിൽ, നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, നിങ്ങളുടെ വീടിന് വേണ്ടിയിട്ടായിരിക്കാം പണം ഇൻവെസ്റ്റ് ചെയ്യുക. ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. അത്തരത്തിലുള്ള ഒരു ഒരു നർച്ചറിങ് മദറാണ് ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. പെൻറ്റക്കിളിനെ സേവ് ചെയ്ത് വെക്കുന്ന ആളാണ്. അതുപോലെ ഒരു മച്വർ ലേഡിയാണ്. അതുപോലെ ഒരു ഇമോഷണൽ ഇംബാലൻസ് നിങ്ങൾക്ക് ഇന്ന ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് കരച്ചിൽ വരിക, പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരിക, വല്ലാത്തൊരു ഏകാന്തത അനുഭവിക്കുക, ഇതൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി പറയുന്നത്. ദെൻ 9 ഓഫ് സോർട്സ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സൺ കാർഡ് വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, രാത്രിയിൽ ചിലപ്പോൾ നിങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. രാത്രിയിൽ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. രാത്രിയിൽ ചിലപ്പം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പനി, ജലദോഷം, വയറുവേദന, ചെവിക്ക് വേദന, പല്ലുവേദന, കാലുവേദന, അങ്ങനെയുള്ള എയിൽമെൻറ്റ്സ്, ഫിസിക്കൽ എയിൽമെൻറ്റ്സ് കൊണ്ട് ഉറങ്ങാത്തവരാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് വിഷമിക്കുകയും പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് കരയുകയും ഒക്കെ ചെയ്തതുകൊണ്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നതാവാം. അല്ലെങ്കിൽ സ്വപ്നം കണ്ട് എണീറ്റിട്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നതാവാം. എന്തായാലും ഉറക്കത്തിൽ ശരിയായ ഉറക്കം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വല്ലാത്ത മൂഡ് സ്വിങ്സ് തോന്നുമല്ലോ, രാത്രിയിലത്തെ ഒരു ഹാങ് ഓവറിലിരിക്കുന്ന ആ എനർജിയില്ലേ, അതാണ്. അതായത് മാനസികമായിട്ട് സമ്മർദ്ദം തോന്നുക, ആ ഒരു എനർജി ഇന്നേ ദിവസമുണ്ട്. അത് രാത്രിയിൽ ഉറങ്ങാത്തത് കൊണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പിക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത് ആ ടെൻഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണ്? നമ്മൾ ഒരു ശ്രദ്ധയില്ലാതെ അശ്രദ്ധമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധയോട് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വന്നത്. അപ്പോൾ ഇതൊരു പാഠമാണ്. അപ്പോൾ ഇനിമേൽ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യണം, കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ടെൻഷൻ അടിക്കേണ്ടി വരും കേട്ടോ. ഇന്ന് ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പെട്ടെന്ന് പെയിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഡിസ്കംഫർട്ട് തോന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ എന്താണെന്നറിയാതെ നമുക്കൊരു വല്ലാത്ത ടെൻഷൻ തോന്നുമല്ലോ, അങ്ങനത്തെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിലിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കാര്യത്തെ ആ പ്രശ്നം എന്ന് തന്നെയല്ല, തന്മയത്വത്തോടു കൂടി കാര്യത്തെ കൈകാര്യം ചെയ്യാമെന്നാണ് കേട്ടോ. പെട്ടെന്നൊരു ടെൻഷൻ വരുന്നൊരു എനർജി കാണുന്നുണ്ട്, പ്രഷർ കൂടുക, അങ്ങനെയുള്ള എനർജീസ് കാണുന്നുണ്ട്. അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾസ്, ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ ഒന്നിലധികം പ്രയോറിറ്റീസ് ഉണ്ട്. ഒന്നിലധികം ജോലികൾ ചെയ്യേണ്ടി വരും, ഒന്നിലധികം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അത് എടുക്കണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അല്ലെങ്കിൽ അത് വേണോ, ഇത് വേണോ എന്ന് കൺഫ്യൂസ്ഡ് ആവുന്ന എനർജിയാണ്. അത് മാത്രമല്ല പ്രയോറിറ്റീസും കൂടുതലായിരിക്കും. ഇന്ന് 2 കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതിൽ ഏത് ആദ്യം ചെയ്യണമെന്നൊരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ള കൺഫ്യൂഷൻ. അത്തരത്തിലൊരു മൊമെൻറ്റ് ടു മൊമെൻറ്റ് നമ്മുടെ മനസ്സ് ചാടിക്കളിക്കുന്ന ഒരു എനർജിയാണ് ഈ 2 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അത് മാത്രമല്ല പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് 2 ഓപ്പർച്യൂണിറ്റീസ്, 2 ഇടത്തുനിന്ന് പണം കിട്ടുക, അല്ലെങ്കിൽ 2 ഇടത്ത് പണം കൊടുക്കേണ്ടി വരിക. അപ്പോൾ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും, ഇനി ഇത് അടയ്ക്കണോ അത് അടയ്ക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരുന്ന ഒരു എനർജിയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ്. ഒരു ബാലൻസ് ഇല്ലായ്മയുടെയും എന്നാൽ ബാലൻസ് ഉണ്ടാവേണ്ടതിൻ്റെയും ആവശ്യമാണ് കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഇടം അത്ര സേഫ് ഒന്നും അല്ല, പക്ഷെ നമ്മളിങ്ങനെ ബാലൻസ് ഇല്ലാതെ ഒരു അതിനെന്താ പറയുമല്ലോ, അമ്മാനമാടുക എന്ന് പറയത്തില്ലേ, അതുപോലെ അമ്മാനം ആടിക്കൊണ്ടിരിക്കുവാണ്. ആ അമ്മാനമാട്ടം ബാലൻസ് ഇല്ലാതെ നിൽക്കാൻ നമുക്ക് അധിക സമയം പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു തീരുമാനം എടുക്കണം. തീരുമാനം എടുത്തിട്ട് വേണം നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട്. നെക്സ്റ്റ് കാർഡ് മജീഷ്യൻ ആണ്. അപ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങൾക്ക് ഇന്നൊരു മാനിഫെസ്റ്റിംഗ് പവർ വളരെ കൂടുതലായിട്ടുള്ളൊരു ദിവസമാണ്. മാനിഫെസ്റ്റേഷൻ, നമുക്ക് എല്ലാ റിസോഴ്സുകളും നമ്മുടെ കയ്യിലുണ്ട്. പണമാകട്ടെ, നമുക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാനുള്ള കഴിവാകട്ടെ, അതുപോലെ നമുക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കിന്ന് വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കാൻ പറ്റും. അത്തരത്തിലുള്ള എല്ലാ എനർജീസും നമുക്കിന്നുണ്ട്. നമ്മൾ എന്ത് വിചാരിക്കുന്ന അക്കാര്യം നമുക്കിന്ന് നേടിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അത്തരത്തിലുള്ള എനർജിയാണ് മജീഷ്യൻ. അതുപോലെ ഇന്ന് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ മത്സര പരീക്ഷകളിലൊക്കെ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമനാകാൻ പറ്റും. അതുപോലെ നിങ്ങൾ ക്രിയേറ്റിവിറ്റിയിൽ ഏർപ്പെടുന്നുണ്ട്. അതായത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ, ഇപ്പം കളിമണ്ണ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുക, അല്ലെങ്കിൽ ക്ലേ കൊണ്ട്, അതല്ല കളിമണ്ണ്, പിന്നെ പ്രൊഡക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. അപ്പം മാല ഉണ്ടാക്കുക, വള ഉണ്ടാക്കുക,
അതുപോലെ ഓരോ എന്താണ് നമ്മുടെ കോക്കനട്ട് ഷെൽ കൊണ്ട് ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കത്തില്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്ററിൻ്റെ എനർജിയും കൂടെ മജീഷ്യൻ ഉണ്ട്. ഒന്നാമനാണ് മജീഷ്യൻ, സൺ എനർജിയാണ്, അതുതന്നെയാണ് സൺ എനർജിയാണ് ഫസ്റ്റ് കാർഡും. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ദിവസവും അതുപോലെ ഒരു സൺ എനർജി ഒന്നാമനാണ്. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും മത്സരങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഒന്നാമനാകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇന്ന് കുറച്ച് കൂടുതലായിരിക്കും. അതായത് കള്ളം പറയാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും. കള്ളം പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ കള്ളം പറയാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ മറ്റുള്ള ആളുകൾ നമ്മളോട് ഒന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, അത് വിശ്വസിക്കേണ്ട. മാനിപ്പുലേഷന് സാധ്യതയുണ്ട് കേട്ടോ. അതാണ് മജീഷ്യൻ എനർജി പറയുന്നത്. ദെൻ ബോട്ടം വന്നിരിക്കുന്നത് 3 ഓഫ് സോഡാണ്. അപ്പം നിങ്ങൾക്ക് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകളുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പെയിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം, നിർബന്ധമായിട്ടും ഹോസ്പിറ്റലിൽ പോകണം എന്ന് കാണുന്നുണ്ട്. അതുപോലെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ടുന്ന നിങ്ങളുടെ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന കുറേ ആളുകളെ കാണുന്നുണ്ട്. അത് ഇവിടെ കുറേ കാർഡുകൾ 9 ഓഫ് സോഡൊക്കെ ഉണ്ടല്ലോ, രാത്രിയിൽ ഉറക്കമില്ലാതിരുന്നു എന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ രാത്രിയിൽ ഈ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇന്ന് ആ ഒരു എനർജി തന്നെയായിരിക്കും. ആ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാത്തൊരു എനർജിയിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ പണം നഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളറിയാതെ പണം നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെയുള്ള സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടായിട്ടുള്ള ആളുകൾ ആ പെയിനിലായിരിക്കും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നിട്ട് അതിലായിരിക്കും. അങ്ങനെ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന കുറച്ച് ആളുകളെ കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നില്ലെന്ന് വിചാരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് അവർക്ക് നിങ്ങളോട് വളരെ ഇഷ്ടമാണെന്നാണ്. പക്ഷേ നിങ്ങളങ്ങ് ചെല്ലുമ്പോൾ അവർക്ക് നിങ്ങളെ തീരെ ഇഷ്ടമല്ലാത്ത രീതിയിലാണ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഹാർട്ട് ബ്രോക്കൺ ആവും. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റൻസസ് ഉണ്ടായാൽ നമ്മളത് വിഷമിക്കേണ്ട. നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കുന്നോ അത് തന്നെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അത് ഞാൻ ചെയ്തതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കുന്നു എന്ന് അക്സെപ്റ്റ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന ആളുകൾ പാസ്റ്റിനെ ഓർത്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് മോശം കാര്യമാണ്. നിങ്ങളുടെ ശരീരത്തിനോടും നിങ്ങളുടെ എനർജിയോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷമാണത്. കാരണം നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഓവർകം ചെയ്ത് ഒത്തിരി മുന്നോട്ട് വന്ന ആളുകളാണ്. പിന്നെ നിങ്ങൾ തിരിച്ചു പോയി ആ നഷ്ടബോധത്തിലിരിക്കുകയും ആ ഹാർട്ട് ബ്രോക്കൺ സ്റ്റേറ്റിൽ ഇരിക്കുകയും ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ അതിൽ നിന്നൊക്കെ റിക്കവേർഡായി വന്നിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് ദൂരം പോകാനുള്ളവരാണ്. നിങ്ങളെ യൂണിവേഴ്സ് തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങൾ തൽക്കാലം അതിൽ നിന്നെല്ലാം ആ പെയിനിൽ നിന്നെല്ലാം പുറത്തിറങ്ങി മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. പഴയ കാര്യങ്ങളെ ഓർത്ത് വീണ്ടും വീണ്ടും ദുഃഖിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. ഓക്കെ, എന്ത് വേദന അല്ലെങ്കിൽ എന്ത് മാനസിക സമ്മർദ്ദം ഉണ്ടായാലും ഞാനത് അനുഭവിക്കേണ്ടതായതുകൊണ്ടായിരിക്കും എനിക്ക് വന്നത്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് നെക്സ്റ്റ്, അതിൽ വേദനിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. ഇതാണ് മൊത്തത്തിലുള്ളൊരു എനർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പണമൊക്കെ ധാരാളം വരുന്നുണ്ട്. റിലേഷൻഷിപ്പിലൊരു റീയൂണിയൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ചോദ്യം ചെയ്യാനും ചെയ്യപ്പെടാനും സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും. പുതിയ പുതിയ തുടക്കങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. മണി എനർജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ മണിയോട് കൈകാര്യം ചെയ്യുന്ന രീതിയിലും വളരെയധികം ശ്രദ്ധിക്കണം. അത് മാത്രമൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് കുറേ ദിവസം കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഈസി ആയിരിക്കും. അപ്പോൾ നല്ലൊരു എനർജി ഉള്ള ദിവസമാണ്. ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. മൈൻഡ് ക്ലെൻസിങ് ലെറ്റർ എഴുതാത്തവർ എഴുതുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും താങ്ക് യു സോ മച്ച്.